ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം ഈ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയട്ടെ, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്ന വീക്ക്ലിയുടെ ഒരു അനാലിസിസും പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയും പഠിക്കാൻ എടുക്കുന്ന സ്റ്റോക്സുകളുടെ ഒരു ഇൻഡെപ്ത് ടെക്നിക്കൽ ബ്രേക്ക് ഡൗണുമാണ് നമ്മൾ ഈ ഒരു കണ്ടന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കാതെ മറിച്ച് ഇതൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റായിട്ട് കണക്കാക്കി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നോളജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസ് എല്ലാം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നിഫ്റ്റിയിലേക്ക് ഒന്ന് പോകാം. അതിനുശേഷം നമുക്ക് മാർക്കറ്റിലെ ബാക്കി സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡിസ്കഷനിലേക്ക് പോകാം. നിഫ്റ്റി മനസ്സിലാക്കാൻ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. സോ ഇന്നലെ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിരുന്നു, നമുക്കെല്ലാം അറിയാം. മാർക്കറ്റിൽ യുഎസിൻ്റെയും ഇറാൻ്റെയും കോൺഫ്ലിക്റ്റിന് ഒരു അന്ത്യം ഉണ്ടാവും എന്നുള്ള ഒരു സൂചന വന്നപ്പോൾ തന്നെ മാർക്കറ്റ് ഒരു ഡീലിൻ്റെ ഒരു സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് തന്നെ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തത്. ആൻഡ് നല്ല രീതിയിലുള്ള ഒരു ക്ലോസിങ്ങും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ന്യൂസിൽ തന്നെ മാർക്കറ്റ് ഇത്രയും റിയാക്ട് ചെയ്തു. ബട്ട് ഇതുവരെ കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല എന്നാണ് നിലവിൽ ഉള്ള സൂചന. സോ ഈ ഒരു ഡ്രോപ്പിന് ശേഷം മാർക്കറ്റ് ഒരു ജീവൻ വെച്ച അവസ്ഥയായിരുന്നു ഇന്നലത്തെ ഒരു മാർക്കറ്റിൽ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ ഒക്കെ ഗ്രീൻ ചെയ്തു. അപ്പോൾ എന്താണ് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നോക്കുകയാണെങ്കിൽ, മാർക്കറ്റിൽ ഒരു നിഫ്റ്റിയുടെ അനാലിസിസ് പ്യുവർലി ഞാൻ ജസ്റ്റ് ഒരു കാര്യങ്ങൾ സൂചിപ്പിച്ച് പോകത്തേ ഉള്ളൂ. തിങ്കളാഴ്ചത്തെ പ്രീ മാർക്കറ്റ് സെഷനിലായിരിക്കും നമ്മൾ കൂടുതൽ കാര്യം ഡിസ്കസ് ചെയ്യും. എന്തായാലും മാർക്കറ്റ് ഒരു ചെറിയൊരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസത്തെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 ദിവസത്തെ ഡേ ഹൈസ് ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് അപ്സൈഡ് പോയിരിക്കുന്നത്. 8 ദിവസമായിട്ട് മാർക്കറ്റ് ഈ റേഞ്ചിന് താഴോട്ട് വരാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരുന്നു. ആൻഡ് ആ ഒരു അറ്റംപ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി മാർക്കറ്റിന് ഒരു സപ്ലൈ എടുക്കാൻ പോസിബിലിറ്റി ഉള്ള സോൺ എന്ന് പറയുന്നത് 23,800 റേഞ്ചാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 200 പോയിന്റ് അപ്സൈഡ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സപ്ലൈ റേഞ്ചിലേക്ക് എത്തും. ആൻഡ് അവിടെ നിന്നും ഈ ക്യാൻഡിലിന്റെ ഹൈ ആയ 23,990 മാർക്കറ്റ് ഒരു സപ്ലൈ ടെസ്റ്റിങ്ങിലേക്ക് പോകാനുള്ള അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബേസ് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത് അല്ലേ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 hour ചാർട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബേസ് ഏരിയയിൽ നിന്ന്, അതായത് സപ്ലൈ എടുത്തുകൊണ്ടിരുന്ന റേഞ്ച് ഒക്കെ 23,560 റേഞ്ചിൽ മാർക്കറ്റ് സപ്ലൈ എടുത്തുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ പല തവണ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റ് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് ഒരുപാട് തവണയായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നും വന്ന് സെല്ലിംഗ് നടക്കുകയാണ്. ആൻഡ് നിലവിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി മേ ബി ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ തന്നെ 23,490 എബോവ് ഈ റേഞ്ചിലൊക്കെ മാർക്കറ്റ് ഒരു റീടെസ്റ്റിനുള്ള പോസിബിലിറ്റി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഗ്യാപ്പ് അപ്പ്, ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയത്. അതിൻ്റെ ഒരു ചെറിയ പുൾ ബാക്ക് കിട്ടിയ ശേഷം മാർക്കറ്റ് വീണ്ടും ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. സോ ഇതൊരു റീടെസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. മേ ബി നമുക്ക് ആ റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലോ മേ ബി ഒരു ഡൗൺ സൈഡ് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് അപ്പ് സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആ ഒരു പ്രതീക്ഷ എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം വേണം. എപ്പോഴും ബുള്ളിഷ് ആയിരിക്കത്തില്ല ഇങ്ങനെ ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു പുൾ ബാക്ക് പ്രതീക്ഷ തന്നെ ആയിരിക്കണം നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത വീക്കുകളിൽ ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഞാൻ പറയുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് കിരി ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ അത് ടെക്നിക്കലി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ മാനുവലി എടുത്ത് വെച്ചേക്കുകയാണ്. കിരി ഇൻഡസ്ട്രീസിൻ്റെ ഹൈ പോയേക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഒരു 800. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ റേഞ്ച് നിങ്ങൾ നോക്കുക കിരി ഇൻഡസ്ട്രീസിൻ്റെ. ഇതൊക്കെ ടെക്നിക്കലി പഠിക്കാനായിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തുക. കിരി ഇൻഡസ്ട്രീസിൻ്റെ ഓൾ ടൈം ഹൈ റേഞ്ച് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു 890 റേഞ്ചാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിന് താഴെ മാർക്കറ്റ് സെല്ലിംഗ് ഉണ്ടാവുകയാണ് ഉണ്ടായത്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു മന്ത്ലി ക്യാൻഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടോ, അപ്പം ഈ ഒരു ക്യാൻഡിലെ വേറെ ഷെങ്കൽഫിൻ നടത്തിയ ശേഷം മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന സോണാണ്. ഓക്കെ, ആ ഒരു വലിയ മൂവ്മെന്റിന് ശേഷം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ്സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് ഇവിടെ നടത്തുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. കിരി ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ 400 റേഞ്ചിൽ മാർക്കറ്റ് കുറച്ചധികം കാലമായിട്ട് ഡിമാൻഡ് എടുത്ത് നിൽക്കുകയാണ്. 400 റേഞ്ചിൽ 380 to 400 റേഞ്ചിൽ മാർക്കറ്റ് ഡിമാൻഡ് എടുത്ത് നിൽക്കുകയാണ്. സോ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നോക്കുകയാണ് കിരി ഇൻഡസ്ട്രീസ് 430. അപ്പോൾ 430 എബോവ് ബ്രേക്ക് ചെയ്താൽ ഈ ട്രേഡ് ആക്റ്റീവ് ആവും. ആൻഡ് ഈ ഒരു റേഞ്ച് തന്നെ സപ്പോർട്ട് റേഞ്ചാണ്. 370 ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു റേഞ്ച് വളരെ നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്ത് മാർക്കറ്റ് നിൽക്കുകയാണ്. സോ നമുക്ക് നോക്കാം കിരി ഇൻഡസ്ട്രീസ് വരുന്ന ആഴ്ചകളിൽ ഈ ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽസ് മാർക്കറ്റ് അപ്സൈഡ് കൊണ്ടുപോകാൻ നോക്കൂ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ 440 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത സപ്ലൈ വരുന്നത് 500 റേഞ്ചിലാണ്. ഓക്കെ, ഈ ഒരു 500 റേഞ്ചിലായിരിക്കും മാർക്കറ്റിന്റെ അടുത്ത സപ്ലൈ വരുന്നത്. സോ നമുക്ക് വാച്ച് ചെയ്യാം. ഈ 400 റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മൂവ്മെന്റിനുള്ള പോസിബിലിറ്റി കിരി ഇൻഡസ്ട്രീസ് നൽകുന്നുണ്ട്. സോ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്ക് ഇടുക. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് BSE ലിമിറ്റഡ് ആണ്. BSE ലിമിറ്റഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് പ്രൈസ് ആക്ഷൻ ആണ്. നല്ല രീതിയിൽ സ്റ്റോക്ക് ഡൗൺസ് അപ്സൈഡ് പോകുന്നുണ്ട്. ആൻഡ് അപ്സൈഡ് പോയ സ്റ്റോക്ക് എന്ത് സംഭവിച്ചു? അപ്സൈഡ് പോയ സ്റ്റോക്ക്
ഒരു കൺസോൾട്ടേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ BSE ലിമിറ്റഡ് ഒന്ന് സ്റ്റോക്ക് എടുക്കുക. അപ്പോൾ എൻ്റെ പട്ടിയാണ് കുറയ്ക്കുന്നത്, അപ്പോൾ മൈൻഡ് ചെയ്യേണ്ട. ഇതിൻ്റെ ഇടയിലുള്ളൊരു ചെറിയ ഡിസ്റ്റർബൻസുകളൊക്കെ ക്ഷമിക്കുക, നമ്മൾ കണ്ടന്റ് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ BSE ലിമിറ്റഡിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുക. ടോട്ടൽ അപ് ട്രെൻഡിൽ പോയ സ്റ്റോക്ക് ഇവിടെ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് തന്നിട്ടുള്ളത്. നിങ്ങളിവിടെ നോക്കുക, ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ തന്നെ ഒരുപാട് റീറ്റെയിലേഴ്സ് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് കാണും അല്ലേ. ഈ ഒരു റേഞ്ചിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് കാണും. ആ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായത്. ആൻഡ് ഒരു കൺസോൾട്ടേഷനിൽ നടത്തി ഈ സ്റ്റോക്ക് ഇവിടെ 3800 റേഞ്ചിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. 3800. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ബഫർ സോൺ ഇട്ട് 3770 റേഞ്ച് ഇടുകയാണ് ഞാൻ. അപ്പോൾ 3770 റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ ഒരു കൺസോൾട്ടേഷനും ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് എന്തിനുള്ള അറ്റംപ്റ്റാണ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെങ്ത് റീറ്റെയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സേഫ്ലി ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ 3770 എന്ന് പറയുന്ന ഈ ഒരു ബഫർ സോൺ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും ബഫർ സോൺ ഇട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെട്ടെന്നുണ്ടാവുന്ന ക്രാഷുകളെ മാർക്കറ്റ് അതിജീവിക്കണമെങ്കിൽ ഒരു ബഫർ സോൺ ഇടണം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസുകളെല്ലാം അടിക്കും. കാര്യം അത്രയും കൺട്രോൾഡ് ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു ബഫർ സോൺ ഇട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. 3770 റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഞാനൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിച്ചാണ് ഈ സ്റ്റോക്ക് എൻ്റെ വാച്ച് ലിസ്റ്റ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈ റീറ്റെയിൻ ചെയ്യാൻ, ഈ ഒരു ഹൈയിലേക്കുള്ള ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഹണ്ടിങ്ങിന് വേണ്ടി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അപ്പോൾ എന്തായാലും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു അപ് ട്രെൻഡ് ആൻഡ് ഡൗൺ സൈഡ് ഒരു കൺസോൾട്ടേഷൻ. എനിക്കൊരു ഫേവറേറ്റ് പാറ്റേൺസിലൊന്നാണ് ഇങ്ങനെ വരുന്നത്. സോ എല്ലാവരും BSE വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. അപ്പോൾ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രോ. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഗ്രോ ഞാൻ പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗ്രോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. 195 അല്ലെങ്കിൽ 198 റേഞ്ചിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ BSE പറഞ്ഞ സെയിം പാറ്റേണാണ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് അപ്പ് സൈഡ് പോകുന്നു, ഡൗൺ സൈഡ് വരുന്നു, ഒരു കൺസോൾട്ടേഷൻ തരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പാറ്റേൺ ആണ്. പക്ഷേ പേഷ്യൻസ് ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനത്തെ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ റിസ്ക് അലോക്കേഷനൊക്കെ ഞാൻ ശ്രദ്ധിച്ചാണ് ഇതിൽ ഗ്രോയിൽ ചെയ്തേക്കുന്നത്. ഞാൻ ഓൾറെഡി ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കാണിത്. അപ്പം മാർക്കറ്റ് ഒരു സപ്ലൈ ക്ലിയർ ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഹൈ റീറ്റെയിൻ ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിക്കുമോ എന്നുള്ളത്. ഈ ഒരു ഏരിയ ഈ ഹൈ റീറ്റെയിൻ ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഗ്രോ എല്ലാവരും വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കുക. ഗ്രോ ആസ് എ കമ്പനി ഫണ്ടമെന്റലി ഒരുപാട് മ്യൂച്വൽ ഫണ്ട് അങ്ങനെ പല കാര്യങ്ങളിലേക്ക് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. സോ ഫോക്കസ് വെച്ചേക്കാം. അടുത്ത സ്റ്റോക്ക് ഞാൻ വച്ചേക്കുന്നത് ഐസിൽ, ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. ഇതും ഞാൻ പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത സ്റ്റോക്കാണ്. ആൻഡ് വീണ്ടും ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഹൈ റീറ്റെയിൻ ചെയ്യാനാണ്, ഈ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഐസിൽ നടത്താൻ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം 344 റേഞ്ചാണ്. ഇപ്പോൾ 358 ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് കമ്പനി. അപ്പം ഇത് എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ പ്രൈസ് ആക്ഷൻ, വളരെ സ്ട്രെങ്ത്തോടെ പ്രൈസ് ആക്ഷൻ നടത്തുന്ന ഒരു കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം നിങ്ങളിവിടെ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ ടോട്ടലി ശ്രദ്ധിക്കൂ. ഈ ഏരിയയിൽ സപ്ലൈ അടിക്കുന്നുണ്ട്, കണ്ടില്ല? ഈ ഒരു വിക്സ് എല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഏരിയയിൽ സപ്ലൈ ഉണ്ടെന്നാണ്. ആൻഡ് സപ്ലൈ അടിച്ച ശേഷം മാർക്കറ്റ് തിരിച്ച് ബ്രേക്ക്ഔട്ട് ഏരിയയിലേക്ക് വന്നു, വീണ്ടും റിട്ടേൺ ചെയ്ത് പോകുന്നു. സോ ഐസിൽ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. വിത്ത് മാർക്കറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഐസിൽ. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് നെറ്റ്വെബ് ആണ്. നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ്. നെറ്റ്വെബ് ടെക്നോളജീസും വളരെ ഇൻട്രസ്റ്റിംഗ് പ്രൈസ് ആക്ഷൻ ആണ്. കഴിഞ്ഞ നെറ്റ്വെബ് നല്ല രീതിയിലൊരു ബ്രേക്ക്ഔട്ട് വന്നു. ആൻഡ് ബ്രേക്ക്ഔട്ടിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ക്രാഷ് ആണ്. കാര്യം ഈ മാർക്കറ്റിന്റെ സ്ട്രെങ്ത് ഇല്ലായ്മ നെറ്റ്വെബ് സ്റ്റോക്കിനെ ബാധിച്ചിട്ടുണ്ട്. ആൻഡ് കെയിം ഡൗൺ ആൻഡ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും ബ്രേക്ക്ഔട്ട് അറ്റംപ്റ്റ് നടത്തുകയാണ്. അപ്പം നെറ്റ്വെബ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. അപ്പം വരുന്ന ആഴ്ചകളിൽ നെറ്റ്വെബിൻ ഒരു 6000 റേഞ്ചിലേക്കുള്ള ഒരു സപ്ലൈ ടെസ്റ്റ്, 6000 ഒരു നല്ലൊരു സപ്ലൈ റേഞ്ചാണ്. അപ്പം 6000 റേഞ്ചിലേക്കുള്ള ഒരു സപ്ലൈ ടെസ്റ്റിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് 5300 റേഞ്ചിലേക്കും ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 റേഞ്ചിലേക്ക് മാർക്കറ്റ് നെറ്റ്വെബിനെ പുഷ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു പ്രൈസ് ആക്ഷൻ സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൽ അഗ്രസീവ് സെല്ലേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു, ബട്ട് മാർക്കറ്റ് ആ ഒരു സെല്ലിംഗ് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. സോ നെറ്റ്വെബ് ഹൈ പ്രയോറിറ്റി ഇടുക. ഓക്കെ, ശേഷം ഞാനൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോക്ക് എടുക്കുക എന്ന് പറയുന്നത് JSW എനർജിയാണ് ഞാൻ പഠിക്കുന്നത്. കാര്യം 2 ആഴ്ച മുന്നേ ഈ സ്റ്റോക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാടി കയറി സ്റ്റോക്ക് എടുത്തൊരു സ്റ്റോക്കാണ്
JSW എനർജി എന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ ആരും പറഞ്ഞു കേൾക്കുന്നുമില്ല. ഇപ്പോൾ JSW എനർജിൻ്റെ പ്രൈസ് ആക്ഷൻ ഞാൻ പഠിച്ചപ്പോഴത്തേക്കും വളരെ സ്ലോ സെല്ലിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ JSW എനർജി ഒരു 550-600 റേഞ്ച് ബ്രേക്ക് ചെയ്ത ശേഷം ഒരു പുൾ ബാക്ക് ആണ് നടത്തുന്നത്. മോസ്റ്റ്ലി എത്ര % ഇടിഞ്ഞു നോക്കിയേ, റീറ്റെയിലേഴ്സൊക്കെ പാനിക് ആവാനുള്ള ഏകദേശമുള്ള സെല്ലിംഗ് എല്ലാം നടന്നു. മോസ്റ്റ്ലി 10% JSW എനർജി ഇടിഞ്ഞേക്കുകയാണ്. ആൻഡ് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ JSW എനർജി എല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്യുക. ഡിമാൻഡ് സോണായിട്ട് ഞാൻ കണക്കാക്കുന്ന 500 റേഞ്ചാണ്. 500 റേഞ്ചാണ് ഞാൻ ഡിമാൻഡ് സോണായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് സോണിലേക്കാണോ മാർക്കറ്റ് വരുന്നതെന്നൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും വാച്ച് ലിസ്റ്റിലിട്ട് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം JSW എനർജി. ഓക്കെ, അപ്പോൾ അടുത്ത സെൽ ഓഫ് ഏരിയ വരുന്നത് 800 റേഞ്ചിലാണ് സെൽ ഓഫ് വരുന്നത്. സോ ഇതെന്തായാലും ഞാൻ ഒരു മീഡിയം ടേം പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സെല്ലിംഗ് സോൺ എന്ന് പറയുന്നത് 800 റേഞ്ചാണ്. അതായത് ഒരു മാർക്കറ്റിൽ ഒരു പ്രോപ്പർ സപ്ലൈ ഞാൻ കണക്കാക്കുന്നത് 800 റേഞ്ചാണ്. 810. ഓക്കെ, അവിടെയും ബഫർ സോൺ ഇട്ട് തന്നെ നമുക്ക് ചെയ്യാം. 810 എന്തായാലും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. JSW എനർജി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ JSW എനർജിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഒരു എക്സ്ട്രാ എൻട്രി എടുത്തിട്ടിരിക്കുന്ന സ്റ്റോക്ക് ഞാൻ പറഞ്ഞുതരാം. പേഴ്സണലി ലോട്ടസ് ഐ ഹോസ്പിറ്റൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഈ ഒരു റേഞ്ചിലാണ് ഞാൻ എടുത്തത്. 170 റേഞ്ചിൽ എൻട്രി എടുത്തു. ഇപ്പോൾ 135 നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യില്ല എന്നുള്ള കാര്യത്തിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് നല്ല സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ 150 ബ്രേക്ക് ചെയ്യോ ഇല്ലേ എന്നുള്ള ഒരു അറ്റംപ്റ്റിനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. JSW എനർജി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് പ്രൈസ് ആക്ഷൻ. എനിക്ക് മൈന്യൂട്ട് പഠിക്കുമ്പോഴത്തേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്യുകയാണ് ഈ മാർക്കറ്റ് ക്രാഷ് സമയത്തും. ലോട്ടസ് ഐ ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം കഴിഞ്ഞ ആഴ്ച പഠിച്ച ക്യാംലിൻ ഫൈൻ പോലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. കണ്ടില്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻസ് ആണ് ക്യാംലിൻ ഫൈനിൽ നടക്കുന്നത്. ഈ ബേസ് ഏരിയയിൽ വളരെ ടൈറ്റ് പ്രൈസ് ആക്ഷൻ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ക്യാംലിൻ ഫൈൻ. ബേസ് ഏരിയയിൽ വളരെ സ്ട്രെങ്ത്തോടു കൂടി മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ക്യാംലിൻ ഫൈൻസ് ആണ്. ക്യാമലിൻ ഫൈൻ സയൻസ് എന്ന് പറഞ്ഞ കമ്പനി പഠിക്കാൻ ശ്രമിക്കുക. കറന്റ് മാർക്കറ്റ് പ്രൈസ് 135. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾ പഠിക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത് 2 സ്റ്റോക്കുകൾ ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രോ ക്യാമലിൻ ഫൈൻ പിന്നെ ഏതാ പിന്നെ പറഞ്ഞിരുന്നത് ലോട്ടസ് ഐ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച ഞാൻ അത് കണ്ടിന്യൂസ്ലി ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത ശേഷം പേഴ്സണലി മെസ്സേജ് ചെയ്യാം. എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, സോ ഇതെല്ലാം ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റായിട്ട് കണക്കാക്കി നിങ്ങൾ നിങ്ങളുടെ ടെക്നിക്കൽ നോളജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു.